നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാഹനാപകട ശേഷം ആദ്യമായി പൊതുവേദിയിലെത്തി ബിനു അടിമാലി. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാനാണ് ബിനു അടിമാലി എത്തിയത്. ജൂൺ 5-ാം തീയതി പുലർച്ചെ 4:30 ദേശീയപാത 66-ലെ പനമ്പിക്കുന്നിൽ കൊല്ലം സുധിയും ബിനു അടിമാലിയും മഹേഷ് കുഞ്ഞുമോനും അടങ്ങുന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു. സ്റ്റേജ് ഷോയ്ക്ക് ശേഷം വടകരയിൽ നിന്ന് എറണാകുളത്തേക്ക് മടങ്ങുകയായിരുന്നു താരങ്ങൾ. തലയ്ക്ക് പരിക്കേറ്റ സുധിയെ പെട്ടെന്ന് തന്നെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന ബിനു അടിമാലി, ഉല്ലാസ് അരൂർ, മഹേഷ് കുഞ്ഞുമോൻ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മഹേഷ് കുഞ്ഞുമോൻ അമൃത ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലാണ്. ബിനു അടിമാലിയും ഉല്ലാസ് അരൂരും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സുഖം പ്രാപിച്ചു വരികയാണ്. അപകടത്തിന് ശേഷം ഇതാദ്യമാണ് ബിനു അടിമാലി പൊതുവേദിയിലെത്തുന്നത്. കാലിലേറ്റ പരുക്കിന്റെ തുന്നൽ മാറ്റാൻ വന്നപ്പോഴാണ് ബിനു അടിമാലിക്ക് മിമിക്രി കലാകാരന്മാരുടെ സംഘടനയായ മായയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. അപകടം നടന്ന ദിവസം ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലനായി നടന്ന വ്യക്തി കൊല്ലം സുധിയായിരുന്നുവെന്ന് ബിനു അടിമാലി പറയുന്നു. യാത്ര തിരിച്ചപ്പോഴും പരിപാടി കഴിഞ്ഞ് മടങ്ങിയപ്പോഴും മരണത്തിലേക്ക് എന്ന പോലെ കാറിന്റെ മുൻ സീറ്റിലേക്ക് ഓടി കയറുകയായിരുന്നു കൊല്ലം സുധിയെന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുധി കൺമുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നത് കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയാറില്ലെന്നും ബിനു അടിമാലി പറയുന്നു. സുധിയെ പറ്റി പറയുകയാണെങ്കിൽ അന്ന് അദ്ദേഹത്തിന്റെ സമയമായിരുന്നിരിക്കും. കാരണം ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവൻ വണ്ടിയുടെ മുന്നിലിരിക്കുകയാണ്. ഊണ് കഴിക്കാൻ ഇറങ്ങിയിട്ട് വന്നപ്പോഴും വീണ്ടും വന്ന് വണ്ടിയുടെ മുൻസീറ്റിൽ തന്നെ ഇരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇവൻ ഓടി വന്ന് വണ്ടിയുടെ മുന്നിൽ തന്നെ ഇരിക്കുവാണ്. അത്രയും ഊർജ്ജസ്വലമായ ഒരു സുധിയെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അന്നത്തെ ദിവസം അത്രയ്ക്ക് ആക്റ്റീവായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവം അതാണ്. മിനിറ്റുകൾ കൊണ്ട് തൊട്ടടുത്തിരുന്ന ഒരാൾ മരിച്ചുപോയി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വലുതാണ് എന്നും ബിനു അടിമാലി പറഞ്ഞു. 10-15 ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞാനൊന്ന് ചിരിക്കുന്നത്. കാരണം ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ സംഘടനയുടെ പരിപാടിക്കാണ്. ഇതൊരു ഭംഗിവാക്കായി പറയുന്നതല്ല. എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ രാത്രി സുധി കയറി വരും. അവൻ്റെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ഉറങ്ങാൻ പറ്റില്ല. ഇന്ന് എൻ്റെ കാലിൽ സ്റ്റിച്ച് വെട്ടുന്ന ദിവസമായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞത്. ഇവിടെ വന്ന് എല്ലാവരെയും കണ്ടപ്പോൾ എന്തോ ഒരു പകുതി സമാധാനമായി. നമ്മുടെ സംഘടനയിൽ എത്തുമ്പോഴുള്ള ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നമ്മൾ അസുഖമായി വീട്ടിൽ കിടക്കുമ്പോഴാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. എൻ്റെ വീടിൻ്റെ പാലുകാച്ചിന് പോലും ഒരു ചലച്ചിത്ര താരങ്ങളും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ സുഖമില്ലാതെ കിടന്നപ്പോൾ ഒട്ടുമിക്കവരും വന്നു. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കിടക്കുമ്പോഴാണ് ആളുകളുടെ വില നമുക്ക് മനസ്സിലാകുന്നത്. സുധി മരിച്ചപ്പോൾ ഒത്തുകൂടിയ ആളുകളും അയാളോടുള്ള സ്നേഹവും കാണുമ്പോഴാണ് മനസ്സ് നിറയുന്നത്. കൂട്ടുകാർ വരുമ്പോൾ ഞാൻ മനസ്സ് തുറന്ന് ചിരിക്കാറുണ്ടെന്നും ബിനു അടിമാലി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.